ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മെസ്സഞ്ചർ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ക്ലോൺ ആപ്ലിക്കേഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് നേരിട്ട് വാല്യൂ കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ വെബ് പേജ് അത് റീലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്ത ഡാറ്റാസുകളൊക്കെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ അത് ഒഴിവായി പോകും. കാരണം സ്റ്റേറ്റ് എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആവശ്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ നമ്മൾ റിട്രൈവ് ചെയ്ത് കൊടുക്കുകയും അത് ആവശ്യമുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ഫയർബേസ് ആഡ് ചെയ്യാം. അതായത് നമുക്ക് ആദ്യം തന്നെ ഫയർബേസിൽ കുറച്ച് ഡാറ്റാസ് എൻ്റർ ചെയ്തിട്ട് അത് നമുക്ക് എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഫയർബേസ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിലെങ്ങനെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളവിടെ ജസ്റ്റ് ഫയർബേസ് എന്ന് ടൈപ്പ് ചെയ്ത് ഫയർബേസ് ആപ്ലിക്കേഷന് ഫയർബേസ് എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോവുക. ഓക്കെ, ഫയർബേസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ നമുക്കതിലെ ആദ്യ സെർച്ച് റിസൾട്ടിൽ തന്നെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫയർബേസ് എന്ന പേജ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൽ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഫയർബേസിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫയർബേസ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും തുറന്നു വരിക. നമ്മളിവിടെ വന്ന് ഗോ കൺസോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൺസോൾ എന്നുള്ള പേജിലേക്ക് പോകാം. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഗോ ഇതിൽ എത്ര പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ പ്രൊജക്റ്റുകളൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ മെസ്സഞ്ചർ എന്നുള്ള പ്രൊജക്റ്റാണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജായിരിക്കും തുറന്നു വരിക. ഓക്കെ, ഇതിലെന്ത് ചെയ്യുക, ഇവിടെ വന്ന് ഈ ഫയർബേസ് ഡാറ്റാബേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് ഫയർബേസ് ഡാറ്റാബേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയൊരു ഭാഗം തുറന്നു വരും. ഓക്കെ, ഇവിടെ വന്ന് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു റിയൽ ടൈം ഡാറ്റാബേസ് ആണ്. അതായത് നമ്മൾ മെസ്സേജ് ചാറ്റിങ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് റിയൽ ആയിട്ട് അതേ സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ഡാറ്റാബേസുകളാണ് നമ്മൾ റിയൽ ടൈം ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലൗഡ് ഫയർ സ്റ്റോർ എന്ന് പറയുന്നത് റിയൽ ടൈം ഡാറ്റാബേസ് ആണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാണ്, പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്ന് ഈ ക്രിയേറ്റ് ഡാറ്റാബേസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ മോഡും ഉണ്ട്, അതേപോലെ ടെസ്റ്റ് മോഡ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ തൽക്കാലം ടെസ്റ്റ് മോഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുക, ഇവിടെ വന്ന് നെക്സ്റ്റ് അമർത്തുക. ഓക്കെ, ഇനി നമുക്ക് എവിടെയാണോ നമ്മുടെ ഈ ഫയൽ സ്റ്റോർ ചെയ്യേണ്ട ലൊക്കേഷന് ചോദിക്കുന്നുണ്ട്. പല രാഷ്ട്രങ്ങളിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇന്ന ഡാറ്റ ഇന്ന രാജ്യത്ത് മാത്രമേ സ്റ്റോർ ചെയ്യാവുന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എവിടെ നമ്മളെ ഫയൽ സ്റ്റോർ ചെയ്യണമെന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതിൻ്റെ സെർവർ എന്നുള്ളത് നമുക്ക് US സെൻട്രൽ തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യുക, എനാബിളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ക്രിയേറ്റ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നോരോ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന ഒരു അറേൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ കളക്ഷന് വരുന്നത്. അറേ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഡാറ്റകളെയാണ് നമ്മൾ അറേ പറയുന്നത്. അതേ രൂപത്തിൽ തന്നെയാണ് ഈ കളക്ഷനും പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, ഈ സ്റ്റാർട്ട് കളക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു കളക്ഷന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കളക്ഷന് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് കളക്ഷൻ എന്താണോ പേര് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, കളക്ഷൻ എന്നുള്ളടത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ കളക്ഷൻ ID എന്നുള്ള ഭാഗത്ത് നമ്മുടെ കളക്ഷൻ്റെ പേരായ മെസ്സേജ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് ജസ്റ്റ് മെസ്സേജസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ വരുന്നതുകൊണ്ട് മെസ്സേജസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം.
ഇനി അടുത്തത് ഇവിടെ വന്ന് ഈ ഡോക്യുമെൻ്റ് ഐ ഡി എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ ഐ ഡി, ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഐ ഡി ജനറേറ്റ് ചെയ്യാൻ പറയാണ്. ഇനി ഫീൽഡ് എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു മെസ്സേജ് എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമുക്കിവിടെ എന്താണോ ഫീൽഡ് വേണ്ടത് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫീൽഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഫീൽഡ് എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് മെസ്സേജ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മെസ്സേജസ് എന്നും ഇവിടെ മെസ്സേജ് എന്നുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ടൈപ്പ് എന്നുള്ളത് ഞാനിവിടെ സ്ട്രിങ് എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മെസ്സേജ് എന്നുള്ളത് നമ്മൾ സ്ട്രിങ്ങിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് മെസ്സേജ് ആണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ഉള്ളിൽ മെസ്സേജ് ഹൗ ആർ യു എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഫീൽഡും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ആഡ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്തൊരു ഫീൽഡ് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ഫീൽഡിൻ്റെ പേര് ഞാൻ യൂസർ നെയിം എന്ന് കൊടുക്കുന്നുണ്ട്. യൂസർ നെയിമും നമ്മൾ സ്ട്രിങ്ങിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണോ ഇതിന് യൂസർ നെയിം വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, യൂസർ നെയിം ഞാനിവിടെ വന്ന് ഒരു യൂസർ നെയിം ചേർത്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്, ഇത് ഞാനിവിടെ വന്ന് സേവ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു കളക്ഷന് ക്രിയേറ്റ് ചെയ്തു. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പുതിയൊരു കളക്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഈ ആഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ ആൾറെഡി ഒരു കളക്ഷൻ കൊടുത്തിട്ടുണ്ട്, വീണ്ടും ഒരു കളക്ഷനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ വന്ന് എന്ത് ചെയ്യുക, ഓട്ടോ ഐ ഡി ക്ലിക്ക് ചെയ്ത് അതിന് വേറൊരു ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വീണ്ടും ഇവിടെ വന്ന് മെസ്സേജ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ വന്ന് എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മെസ്സേജ് ഹായ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഓട്ടോ ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന ഒരു യൂസർ നെയിമും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. യൂസർ നെയിം, ഓക്കെ, അത് ഞാനിവിടെ വന്നൊരു യൂസർ നെയിം ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് സേവിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ എത്ര കമൻറ്റുകളാണോ നമുക്കിതിലേക്ക് വേണ്ടത് അത് ഈ ആഡ് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇനിയും വീണ്ടും ഡാറ്റാസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളിതിലേക്ക് 2 ഡാറ്റാസാണ് ആഡ് ചെയ്യണത്. അങ്ങനെ എത്ര ഡാറ്റാസ് വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലൊരു പുതിയ ടെർമിനൽ നമ്മളിവിടുന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ടെർമിനൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, npm install firebase എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫയർബേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് npm ഫയലുകൾ അല്ലെങ്കിൽ കുറച്ച് പാക്കേജ് ലൈബ്രറി ഫയലുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, npm അതിനുശേഷം സ്പേസ് എന്നിട്ട് ഇൻസ്റ്റാൾ, അതിനുശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫയർബേസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും എൻ്റർ അടിക്കുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനിയും കുറച്ചുകൂടി ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഈ പ്രൊജക്റ്റ് ഓവർവ്യൂവിൽ ഇവിടെ ഒരു ഗിയർ ഐക്കൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് പ്രൊജക്റ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ പോവുക. ഓക്കെ, അതിന് പോയതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും കുറച്ച് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു SDK സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലെന്ത് ചെയ്യുക, നമ്മളിവിടെ വന്ന് കോൺഫിഗ് എന്നുള്ള ഭാഗം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇവിടെ വന്ന് കോൺഫിഗിൽ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഭാഗമാണ് നമുക്കിനി ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് മാത്രം നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്താൽ മതി. ഇനി വീണ്ടും നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഈ ന്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫയലിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫയർബേസ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കമ്പോണൻ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളിതിൻ്റെ ആദ്യത്തെ അക്ഷരം എന്താണ്, സ്മോൾ ലെറ്റർ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് JS എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ട്, ഓക്കെ, ഇമ്പോർട്ട്, അതിനുശേഷം സ്പേസ്, എന്നിട്ട് ഇവിടെ വന്ന് ഓക്കെ, ഇമ്പോർട്ട് ഫയർബേസ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫ്രം, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക ഫയർബേസ്, അതിനുശേഷം
ഓക്കെ, ഇവിടെ വന്ന് ഫയർബേസ് എന്നതിന് ശേഷം നമ്മളിവിടെ വന്ന് കോമ്പാക്ട് എന്ന് എഴുതുക. ഓക്കെ, കോമ്പാക്ട് എന്ന് എഴുതിയതിന് ശേഷം നമ്മളൊരു സ്ലാഷ് ഇടുക. വീണ്ടും നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുക, ആപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് അടുത്ത ലൈനിൽ ഇതേപോലെ തന്നെ വീണ്ടും നമ്മളിവിടെ വന്ന് ഇമ്പോർട്ട് അതിനുശേഷം ഇവിടെ വന്ന് ഫയർബേസ് അതിനുശേഷം ഒരു സ്ലാഷ് ഇടുക. അതിനുശേഷം വീണ്ടും കോമ്പാക്റ്റ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫയർ സ്റ്റോർ എന്നുള്ളത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ഈ ഫയർബേസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ഹെഡർ ഫയലുകളാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനിയും കുറേ ഹെഡർ ഫയലുകൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് തുടർന്ന് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഭാഗം മാത്രമാണ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇത്രയും എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു കോൺസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യുക, കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് എന്താണോ ഇതിൻ്റെ ഫയർബേസ് ആപ്പ് എന്ന് ചേർത്ത് കൊടുക്കാം. ഫയർബേസ് ഈ ആപ്പ് എന്ന് എഴുതുമ്പോൾ വലിയ അക്ഷരമായിട്ട് എഴുതണം. അതിനുശേഷം ഇവിടെ വന്ന് ഫയർബേസ് ഡോട്ട് ഇനീഷ്യലൈസ് ആപ്പ് എന്ന് ഇട്ടതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് വെച്ച കുറച്ച് ഫയലുകളുണ്ട്. അതെന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ ആ വെബ്സൈറ്റിൽ നിന്ന്, അതായത് ഇവിടുന്ന് നമ്മൾ കോപ്പി ചെയ്ത് വെച്ച കുറച്ച് ഫയലുകളുണ്ട്. അതായത് നമ്മൾ ഈ ഫയർബേസ് വർക്ക് ചെയ്യേണ്ട കീയും അങ്ങനെയുള്ള പ്രൊജക്റ്റ് ഐ ഡി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അത്രയും ഭാഗം എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരുന്ന ആ ബ്രാക്കറ്റും അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് ഒരു വേരിയബിൾ കൂടി, ഒരു കോൺസ്റ്റൻറ്റ് വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കോൺസ്റ്റ് ഡി ബി അതിനുശേഷം ഫയർബേസ് ആപ്പ് ഡോട്ട് ഫയർ സ്റ്റോർ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ ഫയർ സ്റ്റോർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ ഡി ബി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് എക്സ്പോർട്ട് എന്ന് ചേർത്തതിന് ശേഷം എക്സ്പോർട്ട് ഡിഫാൾട്ട് ഡി ബി എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയാണ് നമ്മൾ ഫയർബേസ് കോൺഫിഗർ ചെയ്യേണ്ട ഫയലുകളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റും അതേപോലെ തന്നെ ഫയർബേസ് ഡാറ്റാബേസും തമ്മിലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫയർബേസും അതേപോലെ തന്നെ ഈ നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റും തമ്മിലൊരു കണക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ firebase.js എന്നൊരു ഫയലിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുക, app.jsലേക്ക് തന്നെ പോവാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഇപ്പോൾ നമ്മളിവിടെ വന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് വാല്യൂകളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് യൂസർ നെയിം അനു എന്നും അതേപോലെ ടെക്സ്റ്റ് എന്നുള്ളത് ഹലോ എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഡാറ്റാസാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റിൽ ഇവിടെ ആ യൂസർ നെയിം എന്താണോ അതേപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് എന്താണോ അതാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി നമുക്ക് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യേണ്ട, നമ്മൾ ഡാറ്റാബേസിൽ ഏത് മെസ്സേജ് അല്ലെങ്കിൽ ഡാറ്റയാണോ കൊടുക്കുന്നത് അതാണ് ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് പുതിയൊരു യൂസ് എഫക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ യൂസ് എഫക്റ്റ് ചെയ്യാൻ ഇവിടെ വന്ന് യൂസ് എഫക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഒരു ബ്രാക്കറ്റ്, സാധാരണ നമ്മൾ യൂസ് എഫക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് യൂസ് എഫക്റ്റ് ചേർത്തതിന് ശേഷം നമുക്കിവിടെ ഡി ബി കളക്ഷൻ, ഡി ബി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്ന് ഡി ബി എന്ന് ചേർത്ത് കൊടുത്തു. ഈ ഡി ബി എന്നുള്ള ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത് ഇവിടെ നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഫയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഡി ബി ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ആ ഡി ബി ഫ്രം ഫയർബേസ് എന്നുള്ള ഈ ഇമ്പോർട്ട് ഫയൽ ഇവിടെ ചേർത്ത് കൊടുത്തുള്ളതെന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ഇവിടെ വന്ന് കളക്ഷൻ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, കളക്ഷൻ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മെസ്സേജസ് എന്ന് ചേർത്ത് കൊടുക്കുക. ഈ മെസ്സേജസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത, അതായത് നമ്മൾ ഈ ഫയർബേസ് ഡാറ്റാബേസിൽ നമ്മളൊരു മെസ്സേജസ് എന്നുള്ളൊരു ഭാഗം ക്രിയേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫയർബേസ് ഡാറ്റാബേസിൽ പോവുക. അപ്പോൾ ഇവിടെ വന്ന് നമ്മളൊരു കളക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മെസ്സേജസ് എന്ന പേരിലൊരു കളക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മെസ്സേജസ് എന്ന കളക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് വീണ്ടും ഒരു ഡോട്ട് ഇടുക. അതിനുശേഷം നമുക്കിവിടെ വന്ന്
സ്നാപ്ഷോട്ട് എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ വെബ് പേജിലുള്ള, അതായത് നമ്മുടെ ഡാറ്റാബേസിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ ഡാറ്റ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. എന്നിട്ട് അങ്ങനെ എടുത്ത ഡാറ്റാസുകളൊക്കെ എന്ത് ചെയ്യണം, സ്നാപ്ഷോട്ട് എന്നുള്ള വേരിയബിളിലേക്കായിട്ട്, അതായത് ആ ഒബ്ജക്റ്റിലേക്കായിട്ട് സ്റ്റോർ ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസുകളൊക്കെ നമുക്ക് സെറ്റ് മെസ്സേജ് എന്നുള്ള, അതായത് ഇവിടെ നമ്മൾ ഈ കൊടുത്ത ഈ സെറ്റ് മെസ്സേജ് ഇപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തതിന് പകരം ഇനി ആ ഡാറ്റാബേസിലുള്ള ഡാറ്റാസുകളൊക്കെ എന്ത് ചെയ്യണം, സെറ്റ് മെസ്സേജ് എന്ന് ചേർത്ത് കൊടുത്തു. സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തു, അതായത് അതിന് കിട്ടുന്ന ഡാറ്റാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്തു. docs.map, അതിലെ ഓരോ ഡാറ്റാസും നമുക്ക് ലൂപ്പ് പോലെ ആയിട്ട് കോൾ ചെയ്തെടുക്കാനാണ് നമ്മൾ മാപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ആ ഡാറ്റാബേസിൽ എത്ര ഡാറ്റാസുകളുണ്ടോ അത് മുഴുവനായിട്ടും എന്ത് ചെയ്യണം, ഓരോ ഒബ്ജക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൽ എടുക്കണം. എന്നിട്ട് അതെന്ത് ചെയ്യണം, ഇവിടെ ഡോക്ക് എന്നുള്ള ഇതിലേക്ക് ചേർത്തിട്ട് doc.data എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളത്തെ ഡാറ്റാസ് മുഴുവനായിട്ടും ഇവിടെ വച്ച് ആക്സസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നേരത്തെ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഡാറ്റാബേസിൻ്റെ ഉള്ളിലേക്ക് ഓരോ തവണ ഓരോ ഡാറ്റാസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്നാപ്ഷോട്ട് എടുക്കും. എന്നിട്ട് അത് സ്ക്രീനിൽ എന്ത് ചെയ്യും, ആ മെസ്സേജ് ഇവിടെ വന്ന് പുഷ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്കിവിടെ ഈ കാര്യം ഇവിടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്, കാരണം നമ്മളെ ഡാറ്റാബേസിൽ നിന്ന് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ യൂസർ നെയിം എന്നുള്ളതും ഈ ഭാഗം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ ജസ്റ്റ് ഒരു അറേ മാത്രമാക്കി വെക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു അറേ മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ഡാറ്റാസാണോ കിട്ടുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം ഈ അറേൻ്റെ ഉള്ളിലേക്കായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ മെസ്സേജസ് എന്ന് ചേർത്ത് കൊടുത്തുകൊണ്ട് ഞാനിവിടെ ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അത് മെസ്സേജ് എന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ടെക്സ്റ്റ് എന്നാണ് കൊടുത്തിരുന്നത്, അപ്പോൾ അത് മാറ്റി നമ്മൾ എന്ത് ചെയ്തു, മെസ്സേജ് എന്ന് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, മെസ്സേജ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊന്ന് നോക്കാം. ഓക്കെ, ഫയൽ റണ്ണായോ എന്ന് നോക്കാം. റണ്ണാവുന്നുള്ളൂ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ റണ്ണായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റൺ ചെയ്യോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഫയൽ റണ്ണായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മളോട് ഒരു മെസ്സേജ് എന്താണോ അത് നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ അമർത്തി. അതിനുശേഷം നമ്മൾ അടുത്ത നമ്മളെ പേരെന്താണോ അത് ചേർത്ത് കൊടുത്തു. ഓക്കെ അമർത്തി. ഓക്കെ, ഇവിടെ വന്ന് രാജു അനു, അതായത് നമ്മൾ കൊടുത്ത പേരുകൾ ഇവിടെ ഡിസ്പ്ലേ ആയിരുന്നു, പക്ഷേ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ആയിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് ഡിസ്പ്ലേ ആയത് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. നമ്മളെ ഡാറ്റാബേസിലെ പേരുകൾ എന്താണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, മെസ്സേജ് നമുക്കവിടെ കാണിച്ചു തരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് ഡിസ്പ്ലേ ആകാത്തതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ കൊടുത്തത് മെസ്സേജസ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ അറേൻ്റെ ഉള്ളിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നത്. ഓക്കെ, മെസ്സേജ് ഡോട്ട് ഇൻപുട്ട്, ഇവിടെ നമ്മൾ മെസ്സേജ് എന്ന് ചേർത്തു. ഓക്കെ, ഇനി മെസ്സേജസിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റി എന്ത് ചെയ്യുക, വീണ്ടും നമുക്ക് ഇവിടെ വന്ന് മെസ്സേജസ് എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് അവിടെ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് നമുക്ക് ആ മെസ്സേജാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, നമ്മൾ ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ എന്ത് ഡാറ്റാസാണോ കൊടുത്തത് അതായിരിക്കും നമുക്കിവിടെ റിയൽ ആയിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ വന്ന് പുതിയൊരു കളക്ഷനും കൂടി, അതായത് പുതിയൊരു ഡോക്യുമെൻറ്റും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് ആട്ടോ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഡാറ്റ ആഡ് ചെയ്തു. ഫീൽഡ് എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇവിടെ വന്ന് മെസ്സേജ് എന്ന് ചേർത്തു. ഇനി ഇവിടെ വന്ന് ഒരു പേര് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതേപോലെ ആഡ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഓക്കെ ഇവിടെ വന്ന് ഹായ് എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ വന്ന് യൂസർ നെയിം എന്നൊരു വേരിയബിൾ കൂടി നമ്മളിവിടെ ഒരു ഫീൽഡ് നെയിം കൂടി കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു പേര് കൊടുത്തു. ഇത്രയും ഭാഗം ഞാൻ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡാറ്റ ഇതിലേക്ക് ആഡ് ആവുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരത്തെ നമ്മൾ ചെയ്തത് തന്നെയാണ്. ഇവിടെ നമ്മളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഇവിടെ അയക്കുമ്പോൾ ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യായിരിക്കും, ഈ ഭാഗത്തായിരിക്കും. ആരെ പേരിലാണോ മെസ്സേജ് ചെയ്തത് ആ മെസ്സേജ് നമുക്ക് ഈ ഭാഗത്തായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് തരിക. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് ഫയർബേസ് എന്നുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്നും ഫയർബേസിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസുകളൊക്കെ എങ്ങനെ നമ്മുടെ ഈ
ആപ്ലിക്കേഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യാമെന്നും ഫയർബേസിൽ എങ്ങനെ ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാമെന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കളക്ഷൻ്റെ ഉള്ളത്തെ ഡാറ്റാസുകൾ എങ്ങനെ നമുക്കിവിടെ മുഴുവനായിട്ടും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.